അത് നല്ലത് ഒഴിവാക്കേണ്ടത് തന്നെയായിരുന്നു. അത് എന്നെ ഭയങ്കരമായിട്ട് ബാധിച്ചു. അത് ഭയങ്കരമായിട്ട് തന്നെ ബാധിച്ചു. താങ്കൾ വല്ലാതെ വിഷമിച്ചു എന്നാണോ? എന്താ പറയുക, ഈ ഫാമിലിനൊക്കെ എഫക്റ്റ് ചെയ്തു. അല്ല, അപ്പം ജോജു ജോർജാണ്. ജോജുവിൻ്റെ 1977 എന്ന എഴുതിയ ടീഷർട്ട് ഇട്ടിട്ടാണ് മൂപ്പര് ഇരിക്കുന്നത്. ജോണി ലൂക്കോസുമായിട്ടുള്ള മനോരമയിലെ നേരെ ചൊവ്വയെ ഏറ്റവും ഒടുവിൽ സംപ്രേഷണം ചെയ്ത ഇൻ്റർവ്യൂവിലുള്ള ചിത്രമാണ്. ഞാൻ ഈ ചിത്രം എടുത്ത് പറയാനുള്ള ഒരു കാരണമുണ്ട്. ആ അഭിമുഖം ഞാൻ കണ്ടു. നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ടപ്പോൾ 2 വാക്ക് പറയണം എന്നുള്ള ആഗ്രഹം കൊണ്ട് വന്നതാണ്. ജോജുവിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പണി എന്ന സിനിമയെക്കുറിച്ചുള്ള ചില വിവാദങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും. ആ വിവാദത്തിൻ്റെ തുടർച്ചയായി ന്യൂസ് അറ്റ് ഹൗസിൽ ചെയ്തൊരു വീഡിയോയിൽ ഇതേപോലെ 1977 എന്ന പഴയ ഒരു വർഷം എഴുതിയ ഒരു ടീഷർട്ട് ഇട്ടിട്ടുള്ള ചിത്രം വെച്ചുകൊണ്ട് നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭീഷണിയിലെ അല്ലെങ്കിൽ അഖിലിനോട് സംസാരിച്ച ഭാഷയിലെ ഒക്കെ അസാധാരണമായ സമീപനം, അതുവരെ നമ്മൾ ജോജുവിൽ നിന്നും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു സമീപനം എന്നെ അലോസരപ്പെടുത്തിയിരുന്നു. കാരണം അതിൻ്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിലുള്ള ഒരു കാഴ്ചപ്പാട് തന്നെ മാറ്റിമറിക്കും വിധത്തിലുള്ള ഒരു പ്രകടനമായിട്ടാണ് നമുക്ക് ആ സമീപനത്തെ തോന്നിയിരുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ആ വീഡിയോയിൽ പ്രാകൃതമായ കാഴ്ച, 70കളിലെ സമീപനമാണ് ഇപ്പോഴും എടുക്കുന്നത് എന്ന കാര്യം പറഞ്ഞത്. എന്നാൽ അത് നമ്മൾ തിരുത്തുകയാണ്. അദ്ദേഹം നേരെ ചൊവ്വയിൽ സംസാരിച്ച കാര്യങ്ങൾ കേട്ടതിന് ശേഷം ആ കാഴ്ചപ്പാട് ഞാൻ തിരുത്തുകയാണ്. ഇത് പറയാനാണ് ഈ വീഡിയോയുമായി വന്നത്. എന്തുകൊണ്ട് തിരുത്തുന്നു എന്ന് ഈ വീഡിയോയിൽ തുടർന്നുള്ള ഭാഗങ്ങളിൽ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. ഒരുപക്ഷെ നിങ്ങൾക്കും അങ്ങനെയുള്ള ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ തോന്നലിൽ നിന്നും മാറ്റം വരുത്താൻ കെൽപ്പുള്ള ഒരു വ്യക്തിത്വമാണ് ഞാനെന്ന് അദ്ദേഹം ഈ അഭിമുഖത്തിലൂടെ വിശദീകരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് തോന്നും. പ്രധാന കാര്യം, അന്നത്തെ ആ നിരൂപണ വിവാദവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങളോട് ജോജു നടത്തിയ പ്രതികരണം തന്നെയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ലൈഫ് അല്ലെങ്കിൽ സിനിമ ജീവിതം കാര്യമായി പിന്തുടരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വർഷങ്ങളായി അദ്ദേഹം ചെയ്യുന്ന കഥാപാത്രം, ചെറിയ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ പലരുടെയും പോലെ, ഒരുപാട് ആളുകളല്ല, വളരെ കുറച്ച് ആളുകളെ അങ്ങനെയുള്ളൂ. അത്തരത്തിൽ ഒരു സിനിമയുടെ രംഗത്ത് പ്രത്യക്ഷപ്പെടുന്ന ചില ചിത്രങ്ങളിലൂടെ മാത്രം ആദ്യകാലം ഓർമ്മിക്കപ്പെടുന്ന തരത്തിലുള്ള ആളുകൾ ഫൈറ്റ് ചെയ്ത് മലയാളത്തിലെ മുൻനിര താരമായി മാറി വിവിധ സംസ്ഥാനത്തെ പരമോന്നത നടനുള്ള അവാർഡ് നേടുന്ന ഇടത്തേക്കെത്തി. അദ്ദേഹം നിരവധി സിനിമകൾ വലിയ പ്രകടനത്തിലൂടെ ശ്രദ്ധേയമായി 150ഓളം സിനിമകൾ അഭിനയിച്ചു, 10ഓളം സിനിമകൾ നിർമ്മിച്ചു. അങ്ങനെയൊക്കെയുള്ള ഒരാളാണ്. വലിയ തോതിൽ മോട്ടിവേഷണൽ ആയ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് നമ്മളെ വല്ലാതെ അസ്വസ്ഥമാക്കി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് അന്നത്തെ ഫോൺ സംഭാഷണമാണ്. അദ്ദേഹത്തിൻ്റെ പണി എന്ന സിനിമ സംവിധാനം ചെയ്തതിൻ്റെ ശേഷമുള്ള മാറ്റാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അദ്ദേഹത്തെ പോലെ സാധാരണത്വത്തിൽ നിൽക്കുന്ന ആളുകളോട് ഇങ്ങനെയാണോ പെരുമാറുക എന്നൊക്കെയുള്ള തോന്നലൊന്നും ഉണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞാൻ പറഞ്ഞ 77-ലെ കാഴ്ചപ്പാടാണ് എന്ന്, 6-ാം തമ്പുരാൻ മോഡൽ കാഴ്ചപ്പാടാണ് എന്ന്. എന്നാൽ അന്ന് ഉണ്ടായ സാഹചര്യങ്ങൾ അദ്ദേഹത്തെ പുനർവിചിന്തനത്തിന് വിധേയനാക്കി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാനുള്ള ഒരു പ്രേരണ. സാധാരണ നമ്മൾ കാണാറുണ്ട്, നടന്മാരായാലും മറ്റുള്ള ആളുകളായാലും ജോജു ജോർജിനെ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, നിരവധി പേരുണ്ട്. അവർ ചെയ്യുന്ന തെറ്റ് അത് തെറ്റാണോ ശരിയാണോ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിന് എതിരായ വിമർശനങ്ങളെ തിരുത്തലുകളാക്കി മാറ്റാൻ കെൽപ്പില്ലാത്ത ആളുകളാണ് അവർ. എനക്കപ്പുറമില്ല, ഞാൻ വളർന്നങ്ങ് മുട്ടിക്കഴിഞ്ഞു, ഇനി ചന്ദ്രൻ്റെ അപ്പുറത്തേ ഉള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി അന്നത്തെ അനുഭവങ്ങളിൽ നിന്ന് താൻ പാഠം പഠിച്ചു എന്നാണ് ജോജു ജോർജ് ജോണി ലൂക്കോസിൻ്റെ അഭിമുഖത്തിൽ പറയുന്നത്. ആ അഭിമുഖത്തിലെ അദ്ദേഹത്തിൻ്റെ സമീപനം വലിയ ബഹുമാനം ഉണ്ടാക്കുന്നതാണ്. അദ്ദേഹം തിരുത്താൻ തയ്യാറാവുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. ഈ കാലത്ത്, അങ്ങനെയുള്ള ആളുകൾ കുറഞ്ഞു വരുന്ന കാലത്ത്, ഒഴിവാക്കേണ്ട കാര്യങ്ങളിൽ ഞാൻ ചെന്ന് തലയിട്ടു എന്നും അതിൽ നിന്ന് ഞാൻ ചില പാഠങ്ങൾ പഠിച്ചു എന്നും തൻ്റെ സ്വാഭാവികമായ പ്രതികരണത്തിൻ്റെ കുഴപ്പം അന്നുണ്ടായി എന്നുമുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായി എന്നുള്ളത് കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ചില പ്രതികരണങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാം. അപ്പം നമുക്ക് മനസ്സിലാകും. ഒരു കാര്യം അദ്ദേഹം പറയുന്നത്, അന്നത്തെ ആ സംഭവം ഒഴിവാക്കേണ്ട കാര്യം തന്നെയായിരുന്നു. അതെൻ്റെ ജീവിതത്തിൽ വേണ്ടാത്ത ഒരു കാര്യമായിരുന്നു. അത് വ്യാഖ്യാനിക്കപ്പെട്ടത് റിവ്യൂ പറഞ്ഞ ഒരാളെ, എനിക്ക് പരിചയം പോലും ഇല്ലാത്ത ഒരാളെ ഭീഷണിപ്പെടുത്തി എന്ന ലെവലിലാണ്. ഞാൻ അതിൽ അസഭ്യമായിട്ടോ തെറിയായിട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അത് ഒഴിവാക്കേണ്ടതായിരുന്നു. എന്നെ അത് ഭയങ്കരമായി ബാധിച്ചു. ഫാമിലിയെ ഒക്കെ എഫക്റ്റ് ചെയ്തു എന്ന് അദ്ദേഹം വൈകാരികമായി പറയുന്നുണ്ട്. കരഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. പറഞ്ഞു വന്നപ്പോൾ മൂപ്പർക്ക് ഫാമിലിയിലൊക്കെ വലിയ കുഴപ്പങ്ങളുണ്ടായി എന്നുള്ളതാണ് അദ്ദേഹം ആ വാക്കുകളിൽ നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ ഒരു കാര്യം, അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്തു എന്ന നിലയിലാണ് അത് വ്യാഖ്യാനിക്കപ്പെട്ടത്. അതൊരിക്കലും ചോദ്യം ചെയ്തിട്ടില്ല. ആർക്കും അഭിപ്രായം പറയാം.
എന്നെ അത് ബാധിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. ഞാൻ ചെയ്തു വച്ച സിനിമ ഉദ്ദേശിച്ച രീതിയിൽ വർക്കൗട്ട് ആയോ എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഞാൻ ഉദ്ദേശിക്കാത്ത കാര്യം അവർ ഡിസ്കസ് ചെയ്തിട്ട് അത് ശരിയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. സിനിമ പുറത്തിറങ്ങിയിട്ട് തന്നെ ഇത്തരം നെഗറ്റീവ് റിവ്യൂകൾ വ്യാപകമായി വന്നു. റിവ്യൂകൾ വരുമ്പോൾ ഇത് ഒരാൾ തന്നെ പലയിടങ്ങളിൽ പ്രചരിപ്പിക്കുന്നു. വലിയ അധ്വാനം ചെയ്തുകൊണ്ട് ഒരു അഭിപ്രായം ഒരിടത്ത് പറയുന്നതല്ല, ആ അഭിപ്രായം പലയിടത്ത് എത്തിക്കാൻ അയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന തോന്നൽ എനിക്കുണ്ടായി. സാധാരണ റിവ്യൂകൾ വരുന്ന സമയത്ത് ഞാൻ വിചാരിക്കുന്നത് ആദ്യം സത്യമായിരിക്കും, പടം വർക്കൗട്ട് ആയില്ല എന്നാണ്. എൻ്റെ ജഡ്ജ്മെൻറ്റ് തെറ്റി എന്ന് കരുതുകയാണല്ലോ. ഒരാൾ പർപ്പസ്ഫുള്ളി പക്ഷേ പ്രത്യേകമായി പലയിടത്ത് പോസ്റ്റ് ചെയ്യുകയും അതിനുവേണ്ടി ഒരാൾ സമയം കാര്യമായി ചെലവഴിക്കുകയും ചെയ്തത് കണ്ടപ്പോൾ ഒന്ന് വിളിച്ച് സംസാരിച്ചതാണ്. പക്ഷേ സംസാരിച്ച് വന്നപ്പം ആ മട്ടിലായതാണ്. അതൊന്നും ഞാൻ ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്, അല്ലാതെ ഭീഷണിപ്പെടുത്തുക എന്നുള്ളത് എൻ്റെ ഉദ്ദേശമായിരുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിൽ പറയുന്നുമില്ല. പക്ഷേ അത് ഞാൻ ചെയ്യേണ്ടതല്ലായിരുന്നു, അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ടീച്ചർമാർ വരെ എന്നെ വിളിച്ച് ചീത്ത പറഞ്ഞു. ഞാൻ വീണ്ടും അങ്ങനെയുള്ള കാര്യത്തിൽ പെടുന്നു എന്നതാണ്. നേരത്തെ ചില അനുഭവങ്ങൾ അദ്ദേഹത്തിന് ഉണ്ട്. ഒരു ഉദ്ഘാടനത്തിന് പോയി ഒരു വണ്ടി ഓടിക്കുന്ന ഓഫ് റോഡ് വണ്ടി ഓടിക്കുന്ന കാര്യത്തിൽ 4 കേസുകൾ നേരിടുന്ന ആളാണ്. അതുപോലെ റോഡിലൂടെ പോകുമ്പോൾ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ പരിപാടിക്കിടയിൽ റോഡ് ബ്ലോക്കായി കിടക്കുമ്പോൾ ഒരു ക്യാൻസർ രോഗി ഇങ്ങനെ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഘട്ടത്തിൽ ആ പ്രകടനക്കാരോട് വാക്തർക്കത്തിൽ ഏർപ്പെട്ട് കോൺഗ്രസിൻ്റെ വലിയ തോതിലുള്ള ശത്രുത വാങ്ങിച്ചു കൂട്ടിയ ആളാണ്. നിരന്തരമായി കോൺഗ്രസ്സുകാർ അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമ ഇറങ്ങുമ്പോഴും അദ്ദേഹത്തെ സൈബർ അറ്റാക്കിന് വിധേയമാക്കുന്നത് നമ്മൾ കണ്ടിരുന്നതാണ്, കുറച്ച് മുന്നേ വരെ കണ്ടിരുന്നതാണ്. എന്നാൽ പണി ഇറങ്ങുമ്പം ചെറുതായിട്ട് ജോജുവിനെ പിടിച്ചാൽ കിട്ടുന്ന ആളല്ല എന്ന് തിരിച്ചറിഞ്ഞ് കൊണ്ട് അത്തരത്തിലുള്ള ആളുകളൊക്കെ പിന്മാറുന്നതും നമ്മൾ കണ്ടതാണ്. എന്നാൽ എൻ്റെ പ്രഷർ എന്താണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ എനിക്കുണ്ടായിരുന്നത്, ഞാൻ ഒരു സംവിധാന സംരംഭത്തിൽ ഏർപ്പെടുകയാണ്. ആ സിനിമ മോശമായി പറഞ്ഞു നടന്നപ്പോൾ ഞാൻ അവരുടെ ഭാഗത്ത് നിന്നാണ് ആലോചിച്ചത്, ആരുടെ, നിർമ്മാതാക്കളുടെ ഭാഗത്ത് നിന്നാണ് ആലോചിച്ചത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് അങ്ങനെ ഒഴിവാക്കേണ്ടിയിരുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് എന്നാണ് ജോജു പറയുന്നത്. ജോജുവിനോട് ജോണി ലൂക്കോസ് ഭയം ഉള്ള ആളാണോ, ഇങ്ങനെ കാണുന്ന പോലെയൊന്നും കപ്പാസിറ്റി ഉള്ള ആളല്ലേ എന്ന ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അദ്ദേഹം ഒരു രസമുള്ള തത്വം പറയുന്നുണ്ട്. എനിക്ക് ഈ ലോകത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല, ചെയ്യണമെന്ന് താല്പര്യവുമില്ല. ചെയ്യാൻ ആഗ്രഹമുള്ളത് ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. അത് ചെയ്യാനുള്ള ധൈര്യം അത് മാത്രമാണ് എനിക്കുള്ളത്. അതല്ലാതെ വേറൊന്നുമില്ല. എന്ത് ധൈര്യം കാണിക്കാനാ, ആരോട് ധൈര്യം കാണിക്കാനാ? എന്നിട്ട് അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഒരു പ്രയോഗം പറയുന്നുണ്ട്, ഫിയർ ഈസ് എ റിയാക്ഷൻ, കറേജ് ഈസ് എ ഡിസിഷൻ. അതെൻ്റെ ലൈഫിൻ്റെ തന്നെ ഒരു പരിച്ഛേദമാണ് ആ പ്രയോഗം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ സിനിമ എനിക്ക് വീണ്ടും ഒരു സർപ്രൈസും ജീവിതവും തന്ന ഘട്ടമാണ് പണി എന്ന സിനിമ. അതൊരു തീരുമാനത്തിൻ്റെ ഫലമാണ്. ഈ സിനിമ സംവിധാനം ചെയ്യാനുള്ള തീരുമാനം. സിനിമ വലുതായി, തുടങ്ങിയ സമയത്തിൽ നിന്ന് വ്യത്യസ്തമായി വലുതായി, വലിയ പണം ചെലവഴിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തി, സമയം കൂടുതലെടുത്തു. അങ്ങനെ എൻ്റെ പിടിവിട്ട ഒരു മാനസികാവസ്ഥയിലാണ് സിനിമ ഇറങ്ങുന്നത്. അതിൻ്റെയൊക്കെ തുടർച്ചയായതാണ് പലതും സംഭവിച്ചത്. എന്നാൽ അത് ഒഴിവാക്കേണ്ടതായിരുന്നു. ഒരു ഫോൺ കോളിൽ നിന്ന് ഇത്രയും വലിയ പുകിലുണ്ടായപ്പോൾ എനിക്ക് മനസ്സിലായി ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന്. ഞാൻ ഇത്ര സംഭവമാണ് എന്ന് അപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. എന്തുമാത്രം വാർത്തയാണ് വന്നത്. പക്ഷേ ആ വാർത്തകളിൽ വന്നതുപോലെ ഞാൻ ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ വിലക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ തെറ്റിദ്ധരിക്കപ്പെട്ടു, ഞാൻ വേറൊരാളാണ് എന്ന മട്ടിൽ ചിത്രീകരിക്കപ്പെട്ടു. ഞാൻ വളരെ കഷ്ടപ്പെട്ട് വന്ന ഒരാളാണ്. എന്നാൽ ഞാൻ ഇവിടെ എത്തി എന്നത് മറ്റൊരാളെ കാണിച്ചുകൊണ്ട് കണ്ടറാ ഞാനിതാ ഇവിടെ എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. ഇപ്പോഴും സിനിമയിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. തീരെ ഔപചാരികമായ അല്ല ആളുകളോട് പെരുമാറാറുള്ളത്. അപരിചിതരോട് പോലും ആ സമീപനമായിരുന്നു. പക്ഷേ ഈ ഒരൊറ്റ ഫോൺ കോളിലൂടെ അത് വലിയ തോതിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് എൻ്റെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ചയാണ് എന്ന തിരിച്ചറിവാണ്, അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന മനസ്സിലാക്കലാണ് ജോജുവിനെ കുറിച്ച് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അദ്ദേഹം പുതിയ കാലത്ത് ജീവിക്കുന്ന, കാര്യങ്ങൾ മനസ്സിലാക്കുന്ന, കാലത്തിൻ്റെ വിമർശനങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറായി സ്വയം തിരുത്താൻ രംഗത്ത് വരുന്ന ആളാണ് എന്നുള്ള കാര്യം പറഞ്ഞത്. എന്നാൽ ജോജു ജോർജിനെതിരായി ഉണ്ടായ പ്രതികരണത്തിൻ്റെ തോതിലുണ്ടായ വ്യത്യാസത്തെക്കുറിച്ച് ജോണി ലൂക്കോസ് ചോദിക്കുന്നുണ്ട്. പോസ്റ്റിട്ടയാൾ ഒരു കോൺഗ്രസ് അനുഭാവിയാണ് എന്നതുകൊണ്ടാണോ നേരത്തെയുള്ള സംഭവം കൂടി പശ്ചാത്തലമായി ഉള്ളതിൻ്റെ തുടർച്ചയായി ഇത്രയും വഷളായത് സാഹചര്യം എന്ന്? അപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി, ഞാനൊരു കോൺഗ്രസ് വിരുദ്ധനൊന്നുമല്ല. ഒരാൾ ഫോഴ്സ്ഫുള്ളി ചെയ്തതായി എനിക്ക് തോന്നിയ ഒരു കാര്യം അതിനോട് പ്രതികരിച്ചതാണ്. സമയം ചെലവഴിച്ച് എൻ്റെ സിനിമയ്ക്കെതിരെ പ്രചാരണം നടത്തി എന്ന് എനിക്ക് തോന്നി. നേരിട്ട് അത് കണ്ടു, അപ്പോഴുണ്ടായ ഒരു പ്രതികരണമാണ്, മറ്റൊന്നുമില്ല. അങ്ങനെ ഭീഷണിപ്പെടുത്താൻ വിളിച്ചതല്ല ഞാൻ. അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കപ്പെട്ടു,
അത് ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷേ അല്ലാതെ അതിൽ കോൺഗ്രസ് എന്നൊന്നുമില്ല, എനിക്ക് കോൺഗ്രസിനോട് ഒരു എതിർപ്പും ഇല്ലതാനും. എന്താണ് രാഷ്ട്രീയം പിന്നെ എന്ന് ജോണി ലൂക്കോസ് ചോദിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം പറയുന്ന മറുപടി, എനിക്ക് വേറെ ഒരു അജണ്ടയുമില്ല, ഞാൻ ചെയ്യുന്നത് സിനിമയല്ലേ, സിനിമയാണ് എൻ്റെ രാഷ്ട്രീയം. എനിക്ക് പ്രേക്ഷകർ എന്ന് പറയുന്നത് മലയാളികളാണ്, അല്ലാതെ അതിൽ മറ്റൊരു രീതിയിലുള്ള ആളുകളെ കാണുന്ന കാഴ്ചപ്പാട് എനിക്കില്ല. എല്ലാവരും, സിനിമ കാണുന്ന എല്ലാവരുമാണ് എൻ്റെ ലക്ഷ്യം. അതിൽ ആ സിനിമക്കാരുടെ, സിനിമ കാണുന്നവരുടെ സിനിമയോടുള്ള രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ, സിനിമ എന്ന ഒരേ ഒരു രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ എന്ന് ജോജു ജോർജ് പറയുകയാണ്. ജോജുവിൻ്റെ ഈ അഭിമുഖം നിങ്ങൾ കണ്ടില്ലെങ്കിൽ കാണാൻ ശ്രമിക്കണം. ജോണി ലൂക്കോസ് നടത്തിയ അഭിമുഖം. ഒരു മനുഷ്യൻ, ഒരുപക്ഷെ അദ്ദേഹം മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തമായ ഐഡൻറ്റിറ്റിക്ക് ഉടമയായതുകൊണ്ടായിരിക്കാം, അനുഭവങ്ങളിലൂടെ കടന്നു വന്ന ആളായതുകൊണ്ടായിരിക്കാം. എന്തായാലും അഖിലിനോട് ഫോണിലൂടെ സംസാരിച്ചതിൻ്റെ പ്രശ്നങ്ങൾ അദ്ദേഹം തിരിച്ചറിഞ്ഞു എന്നുള്ളത് പ്രധാന കാര്യമാണ്. സ്വയം കറക്റ്റ് ചെയ്യാൻ അദ്ദേഹം രംഗത്തിറങ്ങി, അത് ലോകത്തോട് വിളിച്ചു പറയുന്നു എന്നുള്ളതും പ്രധാനമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ 1977 ജോജു ജീവിക്കുന്നത് എന്ന്, ഈ 2024 ജീവിക്കുന്ന ഒരു ആധുനിക മനസ്സിനുടമയാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള സമീപനത്തിലെ വ്യത്യാസം, കാഴ്ചപ്പാടിലെ വ്യത്യാസം, ഏറ്റവും ആധുനികമായ തരത്തിൽ തിരുത്താൻ തയ്യാറായ ഒരു മനുഷ്യനാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു അഭിമുഖമാണ് അത്. ജോണി ലൂക്കോസിൻ്റെ അഭിമുഖത്തിലൂടെ ജോജു ജോർജ് തന്നെ കൂടുതൽ ക്ലാരിറ്റിയോടെ കാണാൻ ആളുകൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതിൽ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം.